ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകമായി നേരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അണയാത്ത തിരുനാളങ്ങൾക്കിടയിൽ പൂമാല ചാർത്തി നമ്മൾ ഒരു രൂപം വണങ്ങുന്നുണ്ട്. അഗ്നിജ്വാലകൾക്കിടയിൽ നിണമാർന്ന ഈശോയുടെ തിരുഹൃദയം. ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണരുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ വിശ്രമത്തിനായി പോകുമ്പോഴും പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ പുറത്തേക്ക് പോകുമ്പോഴും പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോഴും നമ്മൾ ഈശോയുടെ ഈ തിരുഹൃദയ നടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. ഒരു കത്തോലിക്ക ഭവനമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിൽ ഈശോയുടെ തിരുഹൃദയ രൂപം ഉണ്ടായിരിക്കണം. ഈശോയുടെ തിരുഹൃദയ രൂപമുള്ള ഭവനങ്ങളെ മാത്രമേ കത്തോലിക്ക ഭവനങ്ങൾ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ മാർഗ്ഗരീത്ത മറിയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധയിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത? ഈശോയുടെ തിരുഹൃദയം നമുക്കറിയാം. ആ തിരുഹൃദയം ഉള്ളിൽ കുരിശ് ആ തിരുഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കുരിശ് നിൽക്കുന്നത് അഗ്നിജ്വാലകൾക്ക് നടുവിലാണ്. അത് ഒരു മുറിവേറ്റ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. മുള്ളുകളാൽ വരിഞ്ഞ് മുറിക്കപ്പെട്ട ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സ്നേഹത്താൽ തുടിക്കുന്ന, സ്നേഹത്താൽ നിറഞ്ഞു കവിയുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയമെന്ന് ആ ഹൃദയം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈശോയുടെ ആ തിരുഹൃദയത്തിൽ നിന്നും നിറഞ്ഞു കവിയുന്ന സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓരോ നിമിഷവും അവിടുത്തെ ഹൃദയത്തോട് ചേർത്തണയ്ക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഈശോ അരുൾ ചെയ്യുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നെടുവീർപ്പുകളുടെ മലയിലിരുന്ന് ഈശോയുടെ ആ തിരുഹൃദയം നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. ആ തിരുഹൃദയത്തോട് ചേർത്തണയ്ക്കുവാനായിട്ട് ഒരു ഈരടി നമ്മൾ ഇങ്ങനെയല്ലേ ആലപിക്കുന്നത്, ഈശോയെ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് നമ്മൾ ആലപിക്കാറില്ലേ? അതെ, ഈശോയുടെ ആ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഈശോയുടെ ആ തിരുഹൃദയത്തിലേക്ക് നമുക്കൊക്കെ അഭയം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും സ്നേഹവും എല്ലാം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി ഈശോയുടെ ആ തിരുഹൃദയത്തിൽ നിന്നാണ് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ നല്ല പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും. ഈശോയുടെ ആ തിരുഹൃദയം അന്ത്യ നിമിഷങ്ങളിൽ പോലും നമുക്കറിയാം, കുരിശിൽ കിടന്ന് പിടയുമ്പോഴും അവസാനം വന്ന പടയാളി അവൻ്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. ചരിത്രം പറയുന്നത് ലൊങ്കിനോസ് എന്ന് പറയുന്ന ഒരു ഒറ്റക്കണ്ണനായ പടയാളിയായിരുന്നു ഈശോയുടെ ആ തിരുഹൃദയത്തെ കുത്തിമുറിവേൽപ്പിച്ചത്. പക്ഷേ തന്നെ കുത്തിമുറിവേൽപ്പിച്ചവനെ പോലും അവസാനം സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. അവസാനത്തുള്ളി രക്തവും ആ തിരുഹൃദയത്തിൽ നിന്നും ഇറ്റുവീണ് ആ അന്ധനായ ആ മനുഷ്യൻ്റെ കണ്ണുകളെ സൗഖ്യപ്പെടുത്തുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ക്ഷമയുടെയൊക്കെ നല്ല പാഠങ്ങൾ ആ തിരുഹൃദയത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് പ്രകാരമാണ്.
അങ്ങയുടെ ഹൃദയത്തിൽ ആശ്രയിക്കുന്നവനെ സമാധാനത്തിൽ ഉറപ്പിക്കണമേ. അതെ, ഈശോയുടെ ഹൃദയത്തെ ആശ്രയിക്കുന്നവനെ സമാധാനത്തിൽ ഉറപ്പിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരമാണ്. 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും, നിങ്ങൾക്ക് ഒരു നവചൈതന്യം നൽകും, നിങ്ങളിൽ നിന്ന് ശിലാതുല്യമായ ഹൃദയം എടുത്തുമാറ്റി നിങ്ങൾക്ക് ഞാൻ മാംസളമായ ഹൃദയം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നല്ല ഹൃദയത്തിന് ഉടമകളാകുക എന്നുള്ളതാണ് ഈശോയുടെ തിരുഹൃദയം ആഗ്രഹിക്കുന്നത്. ജീവശാസ്ത്രപരമായി പറഞ്ഞാൽ ഹൃദയമെന്ന് പറയുന്നത് സർവ്വജീവജാലങ്ങൾക്കുമുള്ള സദാസമയവും തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവം. നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത് നമ്മുടെ ഈ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചാൽ അതിൽ ഒതുങ്ങാവുന്ന ഒരു ഹൃദയമാണ് മനുഷ്യൻ്റെ ഹൃദയം. എല്ലാ മനുഷ്യർക്കും ഹൃദയമുണ്ട്, ഹൃദയമുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഹൃദയവിശാലതയും അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും ഒക്കെ വരേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ നല്ല വാക്കുകളിലൂടെയൊക്കെയാണ്. അപ്രകാരം നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് ഹൃദയമുള്ള മനുഷ്യൻ എന്ന് നമ്മെ മറ്റുള്ളവർ വിശേഷിപ്പിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള ഹൃദയം മാത്രമുള്ളവരായിട്ട് നമ്മളൊക്കെ അവശേഷിക്കും. ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ സമീപിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ സാധിക്കുക. ഒരു കൊച്ചുകുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുക, ഈശോയുടെ തിരുഹൃദയമാണ് നിന്നെ സംരക്ഷിക്കുന്നത്, ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അമ്മേ, എങ്ങനെയാണ് ഈ മുറിവേറ്റ ഹൃദയത്തിന് അല്ലെങ്കിൽ ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തിന് നമ്മെ സഹായിക്കാനാകുക, സംരക്ഷിക്കുവാനാകുക എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അമ്മ വളരെ ലളിതമായിട്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ്: മോനെ, നമ്മൾ പലപ്പോഴും കടൽ തീരത്ത് പോയിട്ടില്ലേ? കടൽ തീരത്ത് പോകുമ്പോൾ ചെറിയ ചെറിയ ഞണ്ടുകളുടെ പിന്നാലെ അവയെ പിടിക്കാനായി മോൻ ഓടാറില്ലേ? പക്ഷേ എപ്പോഴെങ്കിലും ആ ഞണ്ടുകളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കടൽ തീരത്ത് പോകുന്നവരാണ്. ഇനി ശ്രദ്ധിച്ചു കൊള്ളുക. ഈ കടൽ തീരത്ത് പോകുമ്പോൾ ഒത്തിരി കുഞ്ഞു ഞണ്ടുകൾ അവിടെയെല്ലാം ഓടി നടക്കുന്നതായി കാണും. ഈ ഞണ്ടിൻ്റെ പിറകെ നമ്മൾ അതിനെ പിടിക്കാനായി പോകുമ്പോൾ ഈ ഞണ്ടുകൾ പ്രാണരക്ഷാർത്ഥം ഓടിയൊളിക്കുന്നത് കരയിലുള്ള പാറക്കെട്ടുകളിലല്ല, മറിച്ച് അലറുന്ന തിരമാലകളിലേക്കാണ് ഈ ഞണ്ടുകൾ ഓടിയൊളിക്കാറ്. അതെ, നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ തിരുഹൃദയം അത് അഗ്നിജ്വാലകൾക്കിടയിൽ മുള്ളുകളാൽ വരിക്കപ്പെട്ട് ചോര വാർന്നുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ്. പക്ഷേ ആ ഹൃദയത്തിൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കുമെല്ലാം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടാകട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഓരോ പ്രഭാതത്തിലും നമ്മുടെ ദിനചര്യകൾ ആരംഭിക്കുവാൻ, അന്ത്യയാമങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന് മുന്നിൽ വന്ന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്രമത്തിനായി പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ജീവശാസ്ത്രപരമായി ഹൃദയമുള്ളവരായി മാത്രമല്ല മാറേണ്ടത്, ഈശോയുടെ തിരുഹൃദയം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും പഠിപ്പിക്കുന്ന ആ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയമുള്ള മനുഷ്യരായിട്ട് മാറാം. അവസാനമായി വളരെ മനോഹരമായിട്ടുള്ള ഒരു സുഹൃത ജപമുണ്ട്. ആ സുഹൃത ജപം എപ്പോഴും നമ്മുടെ നാവിലും ഹൃദയത്തിലും ഉണ്ടാകട്ടെ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുസൃതമാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ. ഈ പ്രാർത്ഥന, ഈ സുഹൃത ജപം എപ്പോഴും നമ്മുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. ഈശോയുടെ തിരുഹൃദയം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.